ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വർക്കലയിൽ പോകുന്നതാണ് കേട്ടോ. 6 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വർക്കലയിൽ പോകുന്നത്. എന്തോ ഒരു ഭയങ്കര പീസ്ഫുള്ളാണ് അവിടെ ചെല്ലുന്ന സമയത്ത്. ഒരു ഹോം പോലാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ രാജീവും കൺകളും ഉണ്ടായിരുന്നു. എപ്പോഴും കപ്പിൾസായിട്ടല്ലേ പോകുന്നത്, ഒരു ചേഞ്ച് വേണ്ടേ? എന്തുവാടാ നോക്കുന്നത്? ജെറ്റ് വിമാനം പോകുന്നുണ്ട്. എന്നാ പോകെ எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ. റോഡ് പണി കാരണം റോഡിലെ തിരക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വൻ തിരക്ക്. അത് രാവിലെയാണ് ഞങ്ങൾ പോയത്, എന്നും കൂടി നല്ല തിരക്കായിരുന്നു. ഹൈവേ കട്ട് ചെയ്തിട്ട് നമ്മൾ ബീച്ച് റോഡ് വഴിയാണ് കേട്ടോ പോയത്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ പോയ സമയത്ത് ഈ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സെയിം അത് തന്നെ, കഞ്ഞി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പം രണ്ടുപേരും കൂടെ എക്സ്ട്രാ. സൺകിസ്റ്റ് ഇവിടെ എല്ലാവർക്കും. നീ ടാങ്ക് കഴിയാൻ വന്ന പോലെ ഉണ്ട്, ബാക്കി ടാങ്ക് കുടി. ഞങ്ങൾ 4 പേരോട് കൂടിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കാണ്. നമ്മൾ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ബീച്ച് റോഡായതിൻ്റെ അടിപൊളി സീനാണ് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഹൈവേക്കാട്ടിൽ എളുപ്പം ബീച്ച് റോഡാണെന്ന് തോന്നുന്നു. അധികം തിരക്കില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലാം. നമ്മൾ വന്ന അന്നത്തെ ഹോം സ്റ്റേ തന്നെയാണ്, പക്ഷേ ഭയങ്കര മാറ്റം ഇവിടെയൊക്കെ. അടിപൊളി, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ചെക്കിൻ ടൈം 11 മണിയാണ്. നമ്മളിപ്പോൾ 9 ആയപ്പോഴും ഇവിടെ എത്തി. പോസ്റ്റൊന്നും ഇല്ല പറയുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ, കിടിലാണ്. ഞങ്ങൾ നേരത്തെ വരുന്നത് ഇവിടെ തന്നെയാണ്, ഇപ്പം ഇവിടെ അതിലും കിടിലാക്കി. ദിപ്പേൾ അടിപൊളി. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ, ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പുറത്തോട്ടൊക്കെ എന്തെങ്കിലും പോയി നോക്കാം, ഒരുപാട് മാറ്റം വന്നില്ല. ഓണാ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ 6 മാസം അത്ര കടയില്ലേ? അതെ, പക്ഷെ ആ 6 മാസം കൊണ്ട് നല്ലൊരു ചേഞ്ച് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ കപ്പിൾസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ വരുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഹോം സ്റ്റേ ആട്ടോ ഇവിടെ. ഞങ്ങൾ സ്ഥിരം തേട്ടി ഇവിടെ ആടി ഇരിക്കാറ്. ഇനി മേലോട്ട് പോകുമ്പോ കാണാം അവിടത്തേക്ക് ഓരോരോ റൂമിലെ ഓരോ വ്യത്യാസങ്ങൾ. അകത്ത് ഇനി 6 മാസം കൊണ്ട് അകത്ത് എന്ത് വ്യത്യാസം വന്നുള്ളതാണ്. വാ, ഒരു 5 പേരുടെ വേണ്ടി വരും മിക്കാറും. ഇവിടെ അടിയിറക്കാം. കയ്യിലൊക്കെ എവിടെ നിന്നൊക്കെ ഓയിലോ ഗ്രീസ് ആണ്ടൊക്കെ പറ്റിയതുണ്ടില്ല. ഇതെന്തോ എവിടെ നിന്ന് പറ്റിയത്? വണ്ടിക്കകത്ത് ഞാനൊന്നും തൊട്ടില്ല. നല്ല കിടില മഴ. വന്നത് നല്ല വെയിലോടാണെങ്കിൽ വന്നു കയറിയപ്പോൾ നല്ല മഴയെ. പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറുന്നേ. പക്ഷെ ബീച്ചിലിറങ്ങാൻ പറ്റൂല ഈ മഴയത്താ. അതുകൊണ്ട് പട്ടികളോടൊന്നും ഉണ്ടല്ലോ അങ്ങ് മഴയത്ത് കിടന്ന് കളിക്കുന്ന പട്ടികള്. നല്ല കാറ്റില്ലേ, നല്ല കാറ്റുണ്ട്. ഇതാണ് നമ്മുടെ റൂം. എന്തുവാ കേക്കാൻ പറ്റുമായിരിക്കും. അതെന്തുവാ? ഗായ്സ്, നമ്മൾ തന്നെ റൂമിൽ വന്നിട്ട് നല്ലപോലെ കിടന്ന് ഉറങ്ങി, കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് നമ്മളിനി ബീച്ചിലേക്ക് പോവാം. അതല്ലേ ക്ലൈമറ്റ് ഭയങ്കര ശോകം. മഴയൊക്കെ പെയ്തിട്ട് ആകെ ഇടങ്ങേറി. പക്ഷെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല, മഴക്കോളും മഴയും മൊത്തത്തിൽ തണുപ്പ്. സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വന്നു ഞാൻ. നമ്മൾ എന്തെടുക്കാനാ വന്നേ? ചെരുപ്പ്, എന്റെ ചെരുപ്പ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ റൂമിൽ ലൈറ്റ് ഇല്ലാത്ത? ലൈറ്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. ത്രാസോ? എന്തോ ഗ്ലാസ്? കൂളിംഗ് ഗ്ലാസ്. ഇതിനകത്താണോ? അതിനകത്താണോ? അല്ലോ.
എമ്പുരാനി. ഓ സീനാണല്ലോ. ഓക്കെ ആണോ? നമുക്ക് ബീച്ചൊക്കെ ഒന്ന് കണ്ടു വന്നാലോ? അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? എന്തിനാ ഈ സൺഗ്ലാസ് വെക്കുന്നത് നമ്മള്? വെയിലില്ലല്ലോ. കുഴപ്പമില്ല, ഫോട്ടോ എടുക്കാം. ഫോട്ടോന് ആട്ടം കാണാൻ പോകുന്ന പോലെ കണ്ണാടിയും വെച്ച് അങ്ങ് പോവാൻ ബീച്ചിലോട്ട്. ഓക്കെ. വാ. കൊമ്പ് വന്നാലുണ്ട് വെട്ടിയിട്ട മുടിയാണ്. ഓ പരുന്തിന്റെ സംസാരം കേട്ടോ? പരുന്തിന്റെയോ? കണ്ടോ വെയില് കാര്യങ്ങളൊന്നുമില്ല, ഒരു മൂകത. രണ്ടുപേരും അവിടെ ഇങ്ങോട്ട് പോവാ. എന്തൊക്കെ മുടി കണ്ടിട്ട് എന്തോ കണക്ക്. ഇതുവഴിയാ പോന്നെ ബീച്ചില്? ദോ വരുന്ന നോക്ക് രണ്ടുപടി. കട്ടാണ് കഴിച്ച് രണ്ടും. ഉറങ്ങി പോ. ഇങ്ങോട്ട് നോക്കിയാണ്. ഹായ്. ശശിയില്ല. അയ്യേ അളി വെള്ളത്തിനകത്തോടെ പോയാ മതി. തെന്നു എന്താ സ്പീക്കറ്? നമ്മള് വെള്ളത്തിലല്ല കടലിലിറങ്ങാൻ പോവാ. ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ടാവും. നാളെ ഇതിലും തിരക്കായിരിക്കും. അപ്പൊ നമ്മുടെ സ്ഥിരം ഫുഡ് സ്പോട്ടാണ് കേട്ടോ. ഇതെന്ത് ഞാൻ ഉച്ചക്ക് ഇവിടെ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയായിട്ട് ഞങ്ങൾ ഒരു 2 വർഷത്തെ കമ്പനിയാണ് കേട്ടോ. എപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന അവിടെയാണ്. നല്ല കമ്പനിയാണ് ആള്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കാണുന്നത്. പുള്ളി കല്യാണം കഴിഞ്ഞൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്തോ സന്തോഷം ഭയങ്കര. അവിടുത്തെ ഓരോ ഫുഡിനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആവുന്നത് തന്നെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ക്ലിഫിന്റെ മേളിൽ നിന്ന് ഞങ്ങളുടെ ബീച്ചിലേക്ക് ഇറങ്ങി. ഇവിടുത്തെ ക്രൗഡ് കണ്ടോ? താറാവ് കിടക്കുന്ന പോലെ കിടക്കുന്നു ഞാൻ. അടിപൊളി അല്ലേ? ഇവിടെ ഇരിക്കണ നോക്ക്. അയ്യേ മാനെ പോലെ ഉണ്ടല്ലയോ ഇവരെല്ലാം. അയ്യോ താണ്ട് വെള്ളം കേറുന്നു. ഇവരെല്ലാരും കടലിലിറങ്ങാൻ പോകും. ഞാൻ മാത്രം ഒച്ചൊക്കെ ഇട്ട് ഇറങ്ങാൻ പോകുന്നു ഓരോരുത്തരോരുത്തര്. ഇച്ചിരി നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അവിടെ എല്ലാ ആൾക്കാരും സത്യം പറഞ്ഞ നല്ല പോസ്റ്റ് കേട്ടോ. ഞാനും വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞോണ്ടിരുന്നയാ. പക്ഷെ എൻ്റെ ഡ്രസ്സ് അത്യാവശ്യം നല്ല ഷോർട്ടായി. എനിക്കാണെങ്കിൽ അതങ്ങോട്ട് മാറ്റിയിട്ട് പോയി ഇറങ്ങാനും മടി ഇത്ര ആൾക്കാരെ കണ്ടപ്പോ. ഉടങ്ങാണ്ട് ഇപ്പൊ ഉണ്ട്. ദോ മുടിയൊക്കെ ഇട്ട് വെച്ചോണ്ടിരിക്കണ കണ്ടോ? സൺസെറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒരുത്തനെ മത്സ്യകന്യകനാക്കാൻ പോന്നു. കണ്ണ് കണ്ട എല്ലാത്തിന്റെ ഉപ്പുവെള്ളം എല്ലാടെ അടിച്ചു കയറി.
നോക്ക് കണ്ണു നേർന്നുണ്ടാ കാണാൻ പറ്റുന്നത് ഇവിടെ ഇവിടെ മത്സ്യകന്യകൻ ഡെഡ് ബോഡിയാ ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന് ആ ചെകള വിളിച്ചൊന്ന് നോക്കിയേ ജീവനുണ്ട് നിനക്ക് പ്രാന്താളാ പന്നി. കൊച്ചു എന്നാത്ത സാധനോ ഇവരെന്ത് ഉദ്ദേശിക്കണേ ഗൈസ് ആണ് നല്ല കിടിലായിട്ടോ ഫിനിഷ് ചെയ്യുന്ന നോക്കി കലാകാരൻ നോക്കുമ്പോഴേക്കിൻ്റെ അറിയുന്ന കേട്ടോ ഫിനിഷ് എന്താണ് പറയാനുള്ളത് അവരൊക്കെ നൈസ് എന്ന് പറയണു. കൊള്ളല്ലേ? എന്തായാലും അവിടെയൊക്കെ കുളിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സ്കൈ കാണാൻ പറ്റുമോ? കണ്ടോ? കൊള്ളാം. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. എന്താ പോവല്ലേ? ഏത് വഴിയാ? അപ്പൊ ഇത് എന്തുവാ? അപ്പം നമ്മളിനി റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇവന്മാർക്ക് ഇനി കുളിക്കണം, ഒന്നുകൂടെ കുളിക്കണം. ഉപ്പുവെള്ളത്തിൽ എല്ലാം ഇറങ്ങിയല്ലേ. എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലിഫിലോട്ട്. അയ്യോ, ഞാനിത് ഏത് വഴിയൊക്കെയാ പോണേ? ഒരു തുറണം. ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ വീണ്ടും ക്ലിഫിലേക്ക് തന്നെ പോവാണ് കേട്ടോ. റൂമിൽ ഇരിക്കണ്ടല്ലോ. ക്ലിഫിലെ നൈറ്റ് വൈബ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ വേണ്ടി വരത്തില്ലായിരുന്നില്ലേ? വെറുതെ എൻ്റെ ഫോൺ എടുത്തു. എന്തെങ്കിലും പറയടി. എവിടെ പോയാലും മന്തി വിട്ട് പരിപാടി. അതെ, ഒരു ദിവസത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ഡേ ആയിരുന്നു നമുക്ക് അവിടെ സ്റ്റേ വന്നിട്ടുള്ളത്. 3ാമത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ തരാൻ പറ്റും. അതുപോലെ തന്നെ നോൺ എ സിയും എ സിയും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വേണേലും നമുക്കിവിടെ സ്റ്റേ അവൈലബിൾ ആണ്. എനിക്ക് ഈ കണ്ണാടി ഇരിക്കുന്നുണ്ട് ചിരി വരുന്നു. മൂക്കിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്നത്. ചെരുപ്പ് ഷൂ അങ്ങിടാം, അല്ലെ പിന്നെ വെയിലടിച്ച്. നമ്മളിപ്പോൾ ബ്ലാക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു കടയിൽ.
മുട്ടക്കറിക്ക് എന്താ പറഞ്ഞേ? ആ, അണ്ടക്കറി. ഏ അപ്പോൾ നമ്മുടെ വർക്കലയിലെ മിനി വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇവിടെ തീരുവല്ല, വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, അത് ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.